നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ തലമുറ മാറ്റം പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും നൽകുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് നിർദ്ദേശമാണ് താൻ പറഞ്ഞതെന്നും മുതിർന്ന നേതാക്കളെ ഒഴിവാക്കും എന്നല്ല ഇതിനർത്ഥമെന്നും വി.ഡി. സതീശൻ പിന്നീട് വിശദീകരിച്ചു. കോൺഗ്രസിലെ വനിതാ യുവ നേതാക്കൾ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും നയം നടപ്പിലാക്കുന്നത് എളുപ്പമായിരിക്കില്ല. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നേരത്തെ കോൺഗ്രസിന്റെ ചിന്തൻ ശിബിർ നടന്നപ്പോൾ 50% സീറ്റുകൾ യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി നൽകണമെന്നൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് അത് നടപ്പിലാക്കിയില്ല. ആദ്യമായി കേരളത്തിൽ ഇക്കാര്യം നടപ്പിലാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിലവിൽ സീറ്റ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന പലർക്കും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയമാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് കോൺഗ്രസും UDFും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പുതുമുഖങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകളോ അതല്ലെങ്കിൽ യുവജനങ്ങളോ വന്നാൽ വലിയ ഗുണമുണ്ടാകും എന്ന കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കാം. കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനവട്ടം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായത്. പക്ഷേ ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കർശനമായ ഒരു നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. വളരെ പ്രകടമായ ഒരു മെസ്സേജ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണിക്കും നൽകുന്നത് പുതുമുഖങ്ങളെ അണിനിരത്തിയാൽ, ചെറുപ്പക്കാരെ അണിനിരത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കൂടുതലാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് മത്സരിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ 2021 UDFിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടെങ്കിലും CR മഹേഷ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായ ആ നേട്ടം, അതുപോലെ കരുനാഗപ്പള്ളി മോഡൽ മറ്റു മണ്ഡലങ്ങളിലും ആവർത്തിക്കണം എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്. നിരന്തരം മത്സരിച്ച് പരാജയപ്പെടുന്ന മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ പരീക്ഷിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ മേൽക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരണം. ആ മേൽക്ക് അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്.